ഹേ ഗായ്സ്, വെൽക്കം ടു ഡേ 4 ഓഫ് മഴക്കേഷ് വ്ളോഗ്. അപ്പോൾ ഇന്ന് രാവിലെ 8 മണി ആയുള്ളേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ തിരിച്ചു പോയി. അവരുടെ ഫ്ലൈറ്റ് രാവിലെയായിരുന്നു, എൻ്റെ ഫ്ലൈറ്റ് വൈകുന്നേരം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോട്ടലിൽ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഇവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ഇത്രയും ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു, മോസ്റ്റ്ലി ബ്രഞ്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം നോക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച്. അപ്പോൾ ഞാൻ കാണിക്കാം എന്തൊക്കെയാണ്. എല്ലാം സത്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊള്ളത്തില്ല, എല്ലാം ബ്രെഡ് ഐറ്റംസ് ആണ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. സത്യം നമ്മുടെ നാട്ടിൽ നാൻ ബ്രെഡ് പോലത്തേക്ക് നാനാണ്, പക്ഷേ അതിനകത്ത് കറിയൊന്നുമില്ല, ചുമ്മാ കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ, എന്താണെന്ന് പോലും എനിക്കറിയില്ല. നമുക്ക് കഴിച്ചത് വൺ കൈൻഡ് ഓഫ് ബ്രെഡാണ്. പിന്നെ എഗ്ഗ് ഉണ്ട്, അത്രയ്ക്കേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ. വേറെ ഒന്നുമില്ല. പോറേജൊക്കെ ഉണ്ട്, ഓട്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നതല്ലെന്ന് ഓർത്ത് ഞാൻ എടുത്തില്ല കേട്ടോ. ഈ കാണുന്നതൊക്കെയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്രെഡാണ്. ഗോവയിലെ ബ്രെഡ് കിട്ടും, ബോയിൽ വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈവനിങ് കഴിക്കും. അതേ ടേസ്റ്റ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ റവ കിട്ടുന്നു ബാക്കിൽ. ജാം ചെയ്തു കറീസ് ഒന്നും ഇല്ല. സാധനം കണ്ടായിരുന്നു, ഇങ്ങനെ സാധനമുണ്ടേ. അത് റവയും കൊണ്ട് അട ഉണ്ടാക്കിയ പോലെ ഒരു ഇങ്ങനത്തെ സംഭവം ആട്ടോ. വലിയ ടേസ്റ്റൊന്നുമില്ല, ജസ്റ്റ് റവയാണ്. റവയും കൊണ്ട് ചുമ്മാ കട്ടി പോലെ അട ഉണ്ടാക്കുന്നത് നമ്മൾ അതുപോലെ ഉണ്ട്, പക്ഷേ ഇച്ചിരി കട്ടികളുടെ അട. കൊള്ളില്ല കേട്ടോ, ഒട്ടും കൊള്ളില്ല. ഇങ്ങനത്തെ സംഭവം ഉണ്ടേ. ഇത് ഒരു നമ്മൾ നാട്ടിൽ വെട്ടുക എടുക്കുന്ന ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ഇരിക്കുന്നൊരു സ്വീറ്റ്. സത്യം പറഞ്ഞാൽ ഒരു ഹെൽത്തി ഓപ്ഷൻ ഇല്ല ഇവിടെ, എല്ലാം കാർബ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ചോയ്സ് ഇല്ല, എല്ലാവർക്കും ഇതെന്ന് ഞാൻ തോന്നുന്നത്. ഇന്നലെ ഞങ്ങൾ പുറത്തുനിന്ന് നോക്കിയപ്പോഴും ഇങ്ങനത്തെ ഒരു പൊറോട്ട പോലത്തെ സംഭവം കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഹണിയും ഒഴിച്ച് കടിക്കുന്ന സംഭവമാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് എനിക്കത് ബ്രെഡും അങ്ങോട്ടേക്കാണ് തോന്നുന്നു. ഇതിന് ടേസ്റ്റ് എക്സാക്ട് വെട്ടിയേക്കാണ് കേട്ടോ. അല്ലെ എനിക്കൊന്ന് വെട്ടിയേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പഞ്ച് കേക്കില്ലേ അതിൻ്റെ ടേസ്റ്റ്. നല്ല സൺറൈസ് വ്യൂ ഉണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. അധികാരം ഇല്ല കേട്ടോ, ആരും എണീറ്റ് കാണത്തില്ല. സമയം ഇപ്പം നേരം വെളുത്തല്ലേ കഴിഞ്ഞോളൂ. ഞാൻ മൊറോക്കോൺ ടീ ഇങ്ങനത്തെ ഒരു വെട്ട് കപ്പിലാണ് അവർ ചായ തരുന്നത്. അത്രയും സ്ട്രോങ് ഒന്നുമല്ല. ഇവിടുത്തെ ടീ ലീവ്സൊക്കെ വെച്ച് മൊറോക്കോൺ ടീ ആട്ടോ ഇത്. ഇവിടെ പാലിട്ട് ഞാൻ ചായ കണ്ടിട്ടില്ല കേട്ടോ, എല്ലായിടത്തും ഇങ്ങനത്തെ കട്ടൻ ചായ മൊറോക്കോൺ ടീ പറഞ്ഞിട്ട്. ഇതാണ് എൻ്റെ ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ. രാവിലെ നല്ല രസമല്ലേ, തണുപ്പുണ്ട് പുറത്ത്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഫുൾ ഒലിവ് ട്രീസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി ഒലിവ് ട്രീസ് ആണോ അതോ പോമോഗ്രാനൈറ്റ് നോക്കട്ടെ. അതെ, ഒലീവ്സിന് പഴുത്ത് നിൽപ്പുണ്ടേ. വാവ്, ദേ
ഇതൊരു എനിക്ക് ഇത് ബ്ലാക്ക് ഒലീവ്സ് ആണോ ആയിരിക്കും കേട്ടോ. ഡേ ഇവിടെ കുറേ ഒലീവ് മരം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് ഒലീവ് കഴിക്കും കേട്ടോ. Drizzle dances softly on the street. Its rhythm a pulse beneath our retreat. Old stories rise with the scent. ഇത് ശരിയാണ്. ഇതുണ്ട്, ഇത് കറുത്ത ഒലീവ്സ് ആണ്, ബ്ലാക്ക് ഒലീവ്സ്. ഇത് പച്ച നിറത്തിലായിട്ട് പച്ച, അത് കഴിഞ്ഞ് ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ ബ്ലൂയിഷ് ആയിട്ട്, പിന്നെ ഇത് ബ്ലാക്ക് ആകുന്നുണ്ട് കേട്ടോ. എനിക്കിത് സീസൺ കഴിഞ്ഞു തോന്നേ, എല്ലായിടത്തും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഗൈസ്, ഞാൻ ഇന്നാണ് കേട്ടോ ഇത്രയും ദിവസം നിന്നിട്ട് ഇന്നാണ് എൻ്റെ വിൻഡോന്ന് വ്യൂ കാണുന്നത് കേട്ടോ. ഈ പുറകെ കണ്ണ് മഞ്ഞ് നിറഞ്ഞ് മലകൾ കണ്ടോ. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദാറ്റ്. ഞാൻ ഇന്നലെ വഴി കൂടെ വന്നപ്പം ഈ മല കണ്ടായിരുന്നു, അപ്പം ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ എൻ്റെ വിൻഡോ കൂടെ ഈ വ്യൂ ആണ് ഞാൻ 3 ദിവസം നിന്നിട്ടും അറിഞ്ഞില്ല കേട്ടോ. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്, എന്ത് നല്ല ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് ആണ്. ഇങ്ങനെ മഞ്ഞിൽ നിറഞ്ഞു നിൽക്കുന്ന മലകളാണിത്. ഓ മൈ ഗോഡ്, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വിൻഡോ കൂടെ നോക്കുമ്പോഴാണ് എൻ്റെ അമ്മോ ഈ വ്യൂ കാണുന്നത്. പക്ഷേ വീഡിയോ കോൾ അത്രയും കാണാൻ പറ്റുമോ അറിയത്തില്ല, പക്ഷെ ബ്യൂട്ടിഫുൾ കേട്ടോ. സത്യം പറഞ്ഞാൽ വെയിലുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം മഴയൊക്കെ അല്ലായിരുന്നു, ഒന്നും കണ്ടില്ല ഞാൻ. ഇത് നല്ല ഇതാണ് എൻ്റെ വിൻഡോയിനുള്ള വ്യൂ. ഇത് ഞാൻ നേരത്തെ കാണിച്ച് ഒലീവ് മരം. ആൻഡ് പുറത്ത് സത്യം പറഞ്ഞാൽ വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ടേ. സോ ഗൈസ്, അങ്ങനെ റെഡിയായി. ബാഗ്സ് ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ റിസപ്ഷനിൽ ചോദിച്ചായിരുന്നു കേട്ടോ എനിക്ക് 2:30 ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് പുറത്ത് പോയിട്ട് വരാം. ഒരു 2 o'clock ആകുമ്പോൾ വന്നാൽ മതി. എന്നിട്ട് ഞാൻ റെഡി ആയിട്ട് എനിക്ക് എയർപോർട്ടിൽ പോകാം. 2:45 ഞാൻ ക്യാബ് പറഞ്ഞേക്കും. സത്യം 3:30 മതിയായിരുന്നു. 6 o'clock ആണ് ഫ്ലൈറ്റ്. അതിനും കുഴപ്പമില്ല. 2:40 നേരത്തെ പോയാലും കുഴപ്പമില്ല. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഞാൻ എന്തെങ്കിലും ഡിലേ വന്നെങ്കിൽ ഇവിടെ ഇത്തിരി സ്ലോ ആണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇച്ചിരി നേരത്തെ പോയേക്കാന്ന് വിചാരിച്ചു. ഇനി ഞാൻ റെഡി ആയിട്ട് പുറത്ത് പോവാണ്. അന്ന് പോയില്ലായിരുന്നു, ഫസ്റ്റ് ഡേ. അവിടെ പോയി എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ദൂരെ പോകാനുള്ള സമയമില്ല. 2 o'clock ആകുമ്പോൾ തിരിച്ചു വരണം. സമയം ഓൾമോസ്റ്റ് 10 മണിയാകാൻ തുടങ്ങി. 11, 12, 1, 2 4 hours ഉള്ളൂ. 4 hours ഇവിടെ സിറ്റിയിലാണെങ്കിലും സിറ്റിയിൽ വലിയ കാര്യം ഒന്നും കാണാനില്ല. സാധാരണ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇവിടെ അടുത്തുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് വരാം. കാരണം ഇവിടെ ആണെങ്കിലും എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലായിടത്തും സെയിം സംഭവങ്ങളൊക്കെയാണ്. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ദൂരെ പോകണം. ദൂരെ പോയി വരാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് റിലാക്സ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഏതായാലും എനിക്ക് റൂമിൽ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല. കാരണം ഇത്രയും ദൂരം വന്നതല്ലേ, എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നല്ല വെയിലുണ്ട് ഇവിടെ കേട്ടോ. എല്ലാവരും ഭയങ്കര സ്വെറ്ററൊക്കെ ഇട്ടാണ് നടക്കുന്നത്. ഞാൻ മാത്രം തണുപ്പുണ്ട്, പക്ഷെ നല്ലത് തണുപ്പാണ്. പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് നാട്ടിലെ അതേ ഫീൽ ആട്ടോ. നമ്മൾ സേബ്ര ലൈനിൽ ക്രോസ് ചെയ്യുമ്പം നമുക്ക് നിർത്തി തരത്തില്ല കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യണം വണ്ടികൾ കുറയാനൊക്കെ. അപ്പം സത്യം പറഞ്ഞാൽ അയർലൻഡിലൊക്കെ നമുക്ക് ക്രോസ് ചെയ്യാൻ സേബ്ര ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടികൾ നിർത്തി തരും. ഇവിടെ എല്ലാവരും ഭയങ്കര ഹരിപരിയാണ് പോകാൻ വേണ്ടി. നമുക്ക് ക്രോസ് ചെയ്യാൻ നിർത്തി തരത്തില്ല. അപ്പം നാട്ടിലെ പോലെ തന്നെ കേട്ടോ. മേ ബി എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു നമ്മളിപ്പം യൂസ്ഡ് ആണല്ലോ, നമുക്ക് നിർത്തി തരും വണ്ടി നിർത്തി തരും വിചാരിച്ചു. നമ്മൾ പെട്ടെന്ന് സേബ്ര ലൈനിൽ നിൽക്കുമ്പം വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. തണുപ്പുമുണ്ട് വെയിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിലുകൊണ്ട് അധികം തണുപ്പ് ഫീൽ ആവുന്നില്ലേ. നല്ല സുഖമുള്ള തണുപ്പാണ്. അതാണ് കേട്ടോ പലൂസ ലാൻഡ്. എനിക്കത് ഈ സ്ഥലത്തിന് പോയി പലൂസ ലാൻഡിലായിരിക്കുമേ മിക്കവാറും. ഇവിടെ കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഷോപ്പിംഗ് ചെയ്യാനുള്ള ലഗേജ് ഇല്ല, അതുകൊണ്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് കറങ്ങി നടക്കുന്നുള്ളൂ കേട്ടോ. സത്യം അവിടുത്തെ മെറ്റീരിയലൊക്കെ ക്ലോത്ത് മെറ്റീരിയലൊക്കെ നല്ല കാര്യമാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും നല്ലതാണ് കേട്ടോ. എക്സ്പെൻസീവ് പറയാൻ പറ്റില്ല. 20-25 euros എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വുലൻ ക്ലോത്ത്സൊക്കെ 2,000-2,500
ഞാൻ ടാക്സി എടുക്കാത്ത മെയിൻ റീസണ് സേഫ്റ്റി ആയിരിക്കും കേട്ടോ. കാരണം ഒറ്റയ്ക്കാണല്ലോ ഞാനുള്ളൂ. അപ്പം ഒറ്റയ്ക്ക് നമ്മൾ ടാക്സി എടുക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ നടക്കാനുള്ള ദൂരമുള്ളൂ, 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഞാൻ നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പം നടന്നു പോകാമല്ലോ. നടക്കാനൊരു സുഖമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ഇന്ന് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു റിലാക്സിങ് ഡേ ആണ്. അതുകൊണ്ട് നടന്നു പോന്നു. ഇത് പുറകെ കാണുന്ന ഡെക്കാത്ലോണാണ്. ഡെക്കാത്ലോണിൽ കയറണമെന്നുണ്ട്, പക്ഷേ ലഗേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിക്കുന്നില്ല, കയറുന്നില്ല. കയറി നമുക്കൊന്ന് വാങ്ങിക്കാൻ തോന്നും, ടെംപ്ടേഷനൊക്കെ ആവും. വന്നപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ഒരു സ്ക്വയർ പോലത്തെ കണ്ടേ. ഇവിടെ എല്ലാം ഷോപ്പിങ്ങിൻ്റെ പ്ലേസ് കണ്ടു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ പ്ലേസസ് കണ്ടേ. അഡിഡാസിൻ്റെ ഔട്ട്ലെറ്റ്, കുറേ ഔട്ട്ലെറ്റ് ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കഴിഞ്ഞ ദിവസം വരാൻ പറ്റില്ല. അതേ ആരോ അവിടെ കൈ കാണിക്കുന്നുണ്ട്. ഒക്കെ എന്ത് രസമാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓ മൈ ഗോഡ്. ഈ കാണുന്നത് കാക്ടസ് ഫ്രൂട്ടാണ്. പിന്നെ അതിൻ്റെ അടുത്തുള്ള പേഴ്സിമനോ ആട്ടോ. കാക്ടസ് ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പപ്പായ ഉണ്ടേ, അത് കണ്ടപ്പോൾ സന്തോഷം കേട്ടോ. പച്ചക്കപ്പളങ്ങയായിരുന്നേ, എന്നാലും കണ്ടപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നേ. പിന്നെ ഇത് സ്ട്രോബെറീസ്, എന്തുമാത്രം സ്ട്രോബെറീസ് എന്ന് നോക്കിയേ. നിങ്ങൾ ഈ പച്ചക്കറി കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് ആർട്ടിച്ചോക്ക് എന്നാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് വെജിറ്റബിൾ ആട്ടോ. അതിൻ്റെ സ്റ്റെം മാത്രം കഴിക്കുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ സീ ഫുഡ്. എന്നാ വലിയ ലോബ്സ്റ്റേഴ്സ് ആണെന്ന് നോക്കി. എൻ്റെ അമ്മോ, എല്ലാം ലൈവ് ലോബ്സ്റ്റേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ. ഒരെണ്ണം 1 കിലോയ്ക്ക് വരും കേട്ടോ. അത്രയും വലിയ ലോബ്സ്റ്റേഴ്സാണ്. ലോബ്സ്റ്റേഴ്സ് ഞാൻ കഴിച്ചിട്ടില്ല, എന്നാലും എന്ത് വലുതല്ലേ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ലോബ്സ്റ്റേഴ്സ് ലൈവായിട്ട് കാണണേ. ഈ കാണുന്നതാണ് മൊറോക്കോൺ കുസ്കുസ്. ബേസിക്കലി റവയാട്ടോ. പിന്നെ മെക്ഡൊണാൾഡ്സിൽ കയറി ഒരു ടേക്ക് അവേ എടുത്തു കേട്ടോ, ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ. ചോറുണ്ടാകുന്നുണ്ട്, ചോറ് കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ബട്ടർ ചിക്കനും റൈസും കണ്ടേ. ഞാനൊരു ചിക്കൻ ടിക്ക മസാലയും സ്പൈസി റൈസും വാങ്ങിച്ചു കേട്ടോ. അപ്പം ഞാൻ ഓടി ഇങ്ങോട്ട് കയറുന്നു. അപ്പോൾ ഒരു മെനു നോക്കിയപ്പം റൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ റൈസും അതൊക്കെ വാങ്ങിച്ചിട്ട് പോകാനേ. ടേക്ക് അവേ വാങ്ങി. ഇപ്പോൾ വിശക്കുന്നില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് വിശക്കുന്നില്ല. വീട്ടിൽ ചിലപ്പം ഒരു 1 o'clock 2 o'clock ആകുമ്പോൾ വിശക്കുമായിരിക്കും. അപ്പോൾ പോകുന്ന മുമ്പ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ വാങ്ങിച്ച ടേക്ക് അവേ കേട്ടോ. ചിക്കൻ ടിക്ക മസാലയും പിന്നെ സ്പൈസി റൈസും. ചിക്കൻ ടിക്ക മസാല അടിപൊളിയായിരുന്നു കേട്ടോ. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഇനി പോവുകയാണ് തിരിച്ചും. 3 ദിവസം പെട്ടെന്ന് പോയി കേട്ടോ. അപ്പം ഇനി എനിക്ക് ഫ്ലൈറ്റ് 6 മണിക്കാണ് എയർലൈൻസ്. ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം Booking.com കൂടെ കേട്ടോ ബുക്ക് ചെയ്തേ. ക്യാബ് 2:45 വരും. എനിക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം 3:30 അവിടെ എത്തും. 2.5 hours മതിയല്ലോ. അപ്പം അങ്ങനെ ഇനി എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട് മൊറോക്കോക്ക് വരുമെന്ന്. സത്യം പറഞ്ഞാൽ അറ്റ്ലാസ് മൗണ്ടനും ഒക്കെ കാണാനാണ് വന്നത്. പക്ഷേ വെതർ ഭയങ്കര മോശമാണ്. അപ്പോൾ ഒരിക്കലും ഈ സമയങ്ങളിൽ വരണ്ട. പക്ഷെ അവർ പറഞ്ഞിരുന്നത് ലാസ്റ്റ് 10 years ആദ്യമായിട്ടാണ് ഇത്രയും മഴയൊക്കെ വന്നതെന്ന്. ഓണസ്റ്റ്ലി വലിയൊരു വാനായിരുന്നു. 7 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വാനായിരുന്നു. പക്ഷേ ഞാൻ ഒരാളെ അതിനകത്തുള്ളായിരുന്നുള്ളൂ. എനിവേ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം അറ്റ്ലാസ് മൗണ്ടൻ്റെ വ്യൂ ആയിരുന്നേ. അത് കണ്ടോ, എവിടെ പോയാലും ഏത് സൈഡിൽ പോയാലും അറ്റ്ലാസ് മൗണ്ടൻ്റെ വ്യൂ തന്നെയായിരുന്നു കേട്ടോ. പോകാൻ പറ്റാത്ത ഭയങ്കര വിഷമമുണ്ട് ആ മൗണ്ടനിൽ. ഏതായാലും കുഴപ്പമില്ല. അവിടെ നല്ല മഞ്ഞായതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. ടൂർസ് ക്യാൻസലായി പോയായിരുന്നു. മാർച്ച് തൊട്ട് ഒരു ഓഗസ്റ്റ് വരെ വരാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയാണ്. ഞാൻ അവിടെ അവരോട് ചോദിച്ചിരുന്നു. അവർ പറഞ്ഞു മാർച്ച് തൊട്ടാണ് നല്ല വെതർ. അപ്പോൾ പക്ഷേ നല്ല എക്സ്പെൻസീവ് ആയിരിക്കുമേ. ടൂറിസ്റ്റൊക്കെ റഷ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. കാരണം എല്ലാവരും ആ സമയത്ത് സമയത്ത് കറങ്ങാൻ പോകുന്നതാണല്ലോ. പക്ഷേ എന്നാലും ഈ വർഷത്തെ കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു എന്നാണ് അവർ പറഞ്ഞ്. എനിവേ കുഴപ്പമില്ല. ദേ ഈ നല്ല സുന്ദരമായ കാഴ്ച കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
സത്യം പറഞ്ഞാൽ ചിലപ്പോൾ തോന്നി 4 ദിവസം കുറഞ്ഞു പോയോ മൊറോക്കോയിലെന്ന്. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 to 5 days മാക്സിമം മൊറോക്കോയിൽ മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വല്ല ട്രക്കിംഗ് ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് ഡേയ്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, പറ്റിക്കപ്പെടാതെ നോക്കുക. കാരണം നമ്മൾ കടകളിൽ പോയാൽ ബാർഗനിങ് ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ടൂറിസ്റ്റുകളെ കാണുമ്പം നല്ല പ്രൈസ് വരും. പക്ഷെ നന്നായിട്ട് ബാർഗൻ ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് പിടിച്ച് നിൽക്കാവേ. പിന്നെ ഇത് കണ്ടോ, നമ്മളിത് കാണുമ്പോൾ നമ്മുടെ നാടിൻ്റെ തന്നെ ഓർമ്മ വരത്തില്ലേ, നല്ല മഡ് പോട്ട്സ് ഒക്കെ ഓൺ ദ വേ കണ്ടിട്ട്. പിന്നെ എല്ലായിടത്തും പനകളും ഓറഞ്ച് ട്രീസ് കൊണ്ടായിരുന്നേ. അപ്പം ഈ പനകൾ എന്ന് വെച്ചാൽ പനയല്ല, ഡേറ്റ്സിൻ്റെ മരമാണേ. പിന്നെ ഈ ഡേറ്റ്സിൻ്റെ മരത്തിന് ആരും ഡേറ്റ്സ് പറിക്കാറില്ല. ഓറഞ്ച് ട്രീസിനും ഓറഞ്ചും പറിക്കാറില്ല. സത്യം പറഞ്ഞാൽ ആ ഓറഞ്ച് ട്രീയും ഡേറ്റ്സിൻ്റെ മരങ്ങളൊക്കെ ഡെക്കറേഷൻ നിർത്തിയിരിക്കുന്നതാണ്, പറിക്കാനുള്ള നിർത്തിയിരിക്കുന്നതല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച ഒരു മനുഷ്യൻ പോലും ഓറഞ്ച് പറിക്കുന്നില്ലല്ലോ. ഇഷ്ടംമാതിരി ഓറഞ്ച് ട്രീ നല്ല പഴുത്ത് നിൽപ്പണ്ടേ. പക്ഷെ അത് ഓൺലി ഫോർ ഡെക്കറേഷൻ ആയിരുന്നു, നമുക്ക് പറിക്കാൻ പറ്റിയല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു ആരും പറിക്കാത്തത്. ഏതായാലും ഡ്രൈവർ ഇങ്ങനെയൊക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. അവരുടെ വീട് അറ്റ്ലാസ് മൗണ്ടനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ എടുക്കുന്ന പോലും അവിടെ ചെല്ലാൻ. അവരുടെ പാരൻസൊക്കെ അവിടെയാണ്. അപ്പം അവിടുത്തെ മഞ്ഞ് വീഴ്ചയിൽ കാണിച്ചു വരുമായിരുന്നു. നല്ല ഒത്തിരി കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ നല്ല വെയിലുണ്ടെങ്കിലും മൗണ്ടൻ ഏരിയാസിൽ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഫൈനലി 20 മിനിറ്റ്സ് ഡ്രൈവിൻ്റെ ശേഷം മറക്കേഷ് എയർപോർട്ടിൽ എത്തി കേട്ടോ. മറക്കേഷ് എയർപോർട്ട് ഞാൻ വിചാരിച്ചു ചെറിയ എയർപോർട്ട് ആയിരിക്കുന്നു, പക്ഷെ അല്ല കേട്ടോ, വലിയൊരു എയർപോർട്ടാണ്. അത്യാവശ്യം വലിയ എയർപോർട്ട്, വലിയതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. ഇവിടെ നോക്കുന്ന വ്യൂവും ബ്യൂട്ടിഫുൾ ആട്ടോ, നല്ല മൗണ്ടൻസ് വ്യൂ കാണാവേ. അങ്ങനെ ഗൈസ് എയർപോർട്ടിൽ എത്തി കേട്ടോ. ഫ്ലൈറ്റ് സമയത്താണ് പറയുന്നത് കേട്ടെ. ഇനിയിപ്പോൾ സെക്യൂരിറ്റി ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തു. I move in closer? It's nice to see it from the top, isn't it? It's very hard to have no idea where it is, you know? And it is the tallest mountain in Africa. Is this off? Is that off? That's all actually. Yeah, that's off. Yeah. ബാഗ് കളക്ട് ചെയ്തു. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതിപ്പം സമയം 9 മണിയായി. ബസ് 10 മണിക്കാണ്. അപ്പം ഏതായാലും വെയിറ്റ് ചെയ്താലേ പറ്റൂ. 10 മണി വരെ വെയിറ്റ് ചെയ്യണം. വീട്ടിൽ ചെയ്ത് 12, വീട്ടിൽ ഇപ്പോൾ 1 മണിയാവും കേട്ടോ. നാളെ 8 മണിക്ക് ജോലിക്കും പോകണം. എനിവേ അങ്ങനെ ഗൈസ് ബസ് വന്നു കേട്ടോ. ബസ്സിൽ കയറി. അപ്പം നിങ്ങൾക്ക് ഈ മൊറോക്കോൻ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഒരു ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.